നിന്നോട് നിൽക്കാനാ പറഞ്ഞു. ഞാൻ സ്വർണ്ണക്കടയിൽ നിന്ന് എടാ അവിടെ നിൽക്കണം. ഓടരുത്. നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ? നിന്നെ പോലെ. നമുക്ക് മുകളിലേക്ക് പോവാം. മിലി, മോൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ മേളിലുണ്ടാവും. ഈ കായലില് ഇന്ന് മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങണം. തണുത്ത കാറ്റ്. നമുക്കിത് താഴേക്ക് പോവാല്ലേ? മോളെന്തി? മോളെ ഒരു 8 വയസ്സുകാരന്റെ ആത്മധൈര്യം മിലി എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. മരകത്ത് വെച്ച് ഇന്ന് കാലത്ത് 10:30 സംഭവം. വിനോദ സവാരിക്കിടെ വ്യവസായ പ്രമുഖനായ ശ്രീ JB ദത്തന്റെയും ശ്രീമതി സുശീല ദത്തന്റെയും മകൾ മിലി ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വീണ് ജീവൻ അപകടത്തിലായപ്പോൾ ജോജി എന്ന അനാഥ ബാലനാണ് രക്ഷകനായത്. അവളവിടെ? ആര്? വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി ഇന്ദു മേനൻ, എന്റെ ഫോമർ പട്ടമഹിഷി. അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. എന്താണാവോ കാര്യം? അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ. അവളെപ്പോ കാണാൻ പറ്റില്ല. കണ്ടേ പറ്റൂ. മേനൻ സാറേ, അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന്. രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളും ഒക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ.
എന്റെ മോൻ എവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെ? മകന്റെ സംരക്ഷണാവകാശത്തിന് വേണ്ടി കുടുംബ കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ? അവൻ എവിടെയെന്നറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും. ഇപ്പോഴെന്തിനാടോ ഈ ഒച്ചയും ബഹളമൊക്കെ? ഡിവേഴ്സ് പെറ്റീഷനിൽ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ? അതെ, ഇന്ദുമേനൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ വിസാർഡ്. നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം അതല്ലേ? അത്രയ്ക്ക് പഴഞ്ചനായിരുന്നു നിങ്ങളുടെ മനസ്സ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മോസ്റ്റ് മോഡേൺ ഭർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന്. അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ. എന്നിട്ടും എന്റെ പഴമനസ് ഭാര്യയെ അടിമയായി കണ്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട്. നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം. ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ചതല്ലേ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മേന്നെ. അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഞങ്ങളുടെ മകൻ. കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല, നിങ്ങളുടെ മകൾക്ക് പോലും. താരാട്ടിന്റെ ഈണവും അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ. അതുകൊണ്ട് മാത്രമാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളം ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരു അപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും പൂട്ടി അംഗീകരിച്ചത്. ഇല്ല, ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും. മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം. ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടുക്കും. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ മെഡൽ. എപ്പോ എവിടെ വെച്ച് എന്തിന്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത് കളം തല്ലി പൊട്ടിച്ചല്ലേ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും പന്നി. നീ പുറ പോർക്കെ. അല്ല, അവനെന്താ ഒരു മൂഡ് ഓഫ്? മോനെന്താ വല്ലാണ്ടിരിക്കുന്ന? വെള്ളത്തിൽ വീണോണ്ടാണോ? അല്ല, എനിക്ക് പേടിയാവുന്നു. ധീരനായ നീ എന്തിനു പേടിക്കണം? ഇനി അവരെന്നെ കണ്ടുപിടിക്കും. ആര്? അനാഥാലയത്തിലെ ചെമ്പൂതം. ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ. കീടനാശിനി കൊടുത്തു. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ അപ്പൂപ്പനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടല്ലോ. മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല. ഐ ലവ് യു ഡാഡ്. കാണാതാകും മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ അമ്മ അറിയാതെ അവൻ എനിക്ക് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശം ഞാനും തിരിച്ചയക്കും. ഐ ലവ് യു ടു. അകന്നിരുന്നപ്പോഴും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരുന്ന കണ്ണി, ഞായറാഴ്ചയാവാനുള്ള കാത്തിരിപ്പ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ അവന്റെ മെസ്സേജിന് വേണ്ടിയുള്ള തപസ്. തനിക്കറിയില്ല ബോബി, മകന്റെ രൂപം കാണാതെ അവന്റെ ശബ്ദം കേൾക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ നിർഭാഗ്യം. കാം ഡൗൺ മിസ്റ്റർ രാജീവ്. തൽക്കാലം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടെന്ന് വെക്കാം. കാരണം അവരുടെ കയ്യിൽ അവനെ കിട്ടിയാൽ സ്വാഭാവികമായും തന്റെ വൈഫിനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും. അവിടുന്ന് സച്ചിനെ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം. മനസ്സിലായില്ല. ഇപ്പോ ഏത് കേസിനും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ സമീപിക്കുന്ന കാലമാണല്ലോ. എന്തുകൊണ്ട് നമുക്കും ആ വഴി നീക്കൂടാ? ദി ഡയറക്ടർ DHEDARETTTYR. താൻ എന്തോ ഈ പറയുന്നേ? എന്നെ പഠിപ്പിക്കണ്ട. OPR അത് ഞാനല്ല സാർ, ഞാൻ അലിയാർ. അതെനിക്കറിയാം. എന്താ സാർ കാര്യം? അല്ല, 10 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു. അദ്ദേഹം ആരാ മോൻ? ഇന്ത്യയെ തകർക്കാൻ വന്ന 2 തീവ്രവാദികളെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണിപ്പോ.